എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണാനാദം പരിപാടിയിൽ ഇതുവരെ കർണാടക ശാസ്ത്രീയ സംഗീതം എങ്ങനെ അഭ്യസിക്കണം എന്നുള്ളത് ബേസിക്കായിട്ടുള്ള എസൻസ് പഠിച്ചു. അടുത്ത് നമ്മൾ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠത്തിലേക്കാണ്, വർണ്ണങ്ങൾ എന്നാണ്. ഈ വർണ്ണങ്ങൾ എന്നുള്ള പാഠത്തിലേക്ക് നമ്മൾ പോകുന്ന മുമ്പായിട്ട് സംഗീതത്തിനെക്കുറിച്ച്, താളത്തിനെക്കുറിച്ചും രാഗങ്ങളെക്കുറിച്ചും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു 2-3 ക്ലാസ് നമുക്ക് ഉപയോഗിക്കാം. ആദ്യം നമ്മൾ പറയുന്നത് താളങ്ങളെക്കുറിച്ചാണ്. അടിസ്ഥാനപരമായിട്ട് 7 താളം ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ വീണാനാദം പരിപാടിയിൽ വീണ വായിക്കുന്ന മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 7 താളങ്ങളാണ് ഉള്ളത്. ധ്രുവമഠ്യാരൂപകശ്ച ഝംപാ ത്രിപുട ഏവച അടതാളൈക താളശ്ച സപ്തൈത്തെ താളാണി എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകത്തിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, ഝംപതാളം, ത്രിപുടതാളം, അടതാളം, ഏകതാളം. ഈ 7 താളങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സംഗീതത്തിലുള്ളത്. ഇതെല്ലാം അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ടാണ്. ഈ 7 താളങ്ങളിലും ഏറ്റവും ചെറിയ താളം ത്രിശ്രജാതി ഏകതാളം 1, 2, 3. ഏറ്റവും വലിയ താളം സങ്കീർണജാതി ധ്രുവതാളം. ധ്രുവതാളത്തിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ആദ്യം ഒരു ലഘു, പിന്നെ ഒരു ധൃതം, പിന്നെ 2 ലഘു. ഇതാണ് ധ്രുവതാളം. ഇത് നമ്മൾ അലങ്കാരങ്ങൾ എന്നുള്ളൊരു പാഠം പഠിച്ചപ്പോൾ ചതുരസ്ര ജാതിയിലാണ് ഈ ധ്രുവതാളം പഠിച്ചത്. സ രേ ഗ മ ഗ രേ സ രേ ഗ രേ സ രേ ഗ മ. ഇതാണ് ചതുരസ്ര ജാതി ധ്രുവതാളം. ഇത് സങ്കീർണ ജാതി ആവുമ്പോൾ ഒരു ലഘുവിൽ 9 അക്ഷരം വരും. അങ്ങനെ 9, പിന്നെ ധൃതം 2, പിന്നെ 2 ലഘു 18 അക്ഷരം. അപ്പോൾ മൊത്തം 29 അക്ഷരം വരും. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇത് ആദ്യത്തെ ലഘു. പിന്നെ ഒരു ധൃതം, പിന്നെ 2 ലഘു 9 അക്ഷരം വെച്ചിട്ടുള്ള 2 ലഘു. അങ്ങനെ മൊത്തം 29 അക്ഷരം വരും. അപ്പോൾ ഏറ്റവും ചെറിയ താളമായ ത്രിശ്രജാതി ഏകതാളവും ഏറ്റവും വലിയ താളമായ സങ്കീർണജാതി ധ്രുവതാളവും, ഈ രണ്ടിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് താളങ്ങൾ വരും. ഈ താളങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം, ഒരു ബേസിക്കായിട്ടുള്ള ഒരു അവബോധം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. താള പ്രകരണം എന്നുള്ള അധ്യായത്തിലാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താളങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതിന് ശേഷമുള്ള ക്ലാസ്സുകളിൽ രാഗങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ച് പഠിക്കും. ഈ രാഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഏതടിസ്ഥാനത്തിലാണ് ഒരു രാഗം തീരുമാനിക്കപ്പെടുന്നതും, എങ്ങനെയാണ് ഒരു രാഗം പാടുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പോകാം. അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആദ്യം പറഞ്ഞ സപ്തസ്വരങ്ങൾ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം എന്നുള്ള സരിഗമ പദനി എന്നുള്ള സപ്തസ്വരങ്ങളും, ഇതിലെ ഷഡ്ജവും പഞ്ചമവും ഒഴികെ ബാക്കി 5 സ്വരങ്ങൾക്കും 2 സ്വരസ്ഥാനങ്ങളും
അങ്ങനെയാണ് സപ്തസ്വരങ്ങൾ, ദ്വാദശ സ്വരസ്ഥാനങ്ങളും നമ്മൾ പഠിച്ചത്. ഈ ദ്വാദശ സ്വരസ്ഥാനങ്ങളിൽ ഷഡ്ജം കഴിഞ്ഞിട്ട് 2 ഋഷഭങ്ങളാണ്. ഒന്ന് ശുദ്ധ ഋഷഭം, ഒന്ന് ചതുർശ്രുതി ഋഷഭം. പിന്നെ 2 ഗാന്ധാരം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം. 2 മധ്യമം, ശുദ്ധമധ്യമം, പ്രതിമധ്യമം. പിന്നെ പഞ്ചമം ഒന്നേ ഉള്ളൂ. ദൈവതം 2 എണ്ണം, ശുദ്ധ ദൈവതം, ചതുർശ്രുതി ദൈവതം. നിഷാദം 2 എണ്ണം ഉണ്ട്. ഒന്ന് കൈശിക നിഷാദം, ഒന്ന് കാക്കല നിഷാദം. അപ്പോൾ ദ്വാദശ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ശുദ്ധ ഋഷഭം, ചതുർശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, ചതുർശ്രുതി ദൈവതം, കൈശികി നിഷാദം, കാക്കലി നിഷാദം. ഇങ്ങനെ 12 സ്വരസ്ഥാനങ്ങളിൽ നിന്നാണ് രാഗങ്ങൾ എന്നുള്ളൊരു കോൺസെപ്റ്റും രാഗങ്ങളുടെ വിഭജനം ഒക്കെ നടന്നത്. അതെങ്ങനെയാണ് നമുക്ക് താളപ്രകരണത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകളിൽ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ആദ്യം പഠിച്ചു വയ്ക്കുക. അതായത് സപ്തതാളങ്ങളും സപ്തസ്വരങ്ങളും ദ്വാദശ സ്വരസ്ഥാനങ്ങളും ഇത്രയും പഠിച്ചു വയ്ക്കുക. നമുക്കിനി ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സുകളിൽ കുറച്ചുകൂടി വിശദമായിട്ട് പോവാം.